തുടങ്ങാൻ നമുക്ക് സാധിച്ചതിൽ വളരെയധികം ഒരു സന്തോഷമുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റ് മറ്റെല്ലായിടത്തും പോരാ, നമുക്ക് പാലക്കാടും വേണം. നമ്മുടെ ശമ്പളം അല്ലെങ്കിൽ സാലറി എത്ര ആയിക്കോട്ടെ, അതിൽ 1/4 ഭാഗമെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മളെങ്ങനെ പൂർവികർ നമ്മളോട് പറയാ, സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതേ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്, പല പേരുകളിലും പല രീതികളിലും. ഓക്കെ, അപ്പോ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ ലക്ഷ്മി നക്ഷത്ര, ശ്രീ ഡാനി സാർ, നമ്മുടെ പാലക്കാടിലെ ആദ്യ ബിർളയിലെ MDRT ചാമ്പ്യൻ വാസുദേവൻ സാർ, ശകുന്തള മേഡം, ആദ്യ ബിർളയിലെ അസിസ്റ്റന്റ് മാനേജർ ദിവ്യ മേഡം, എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എൻ്റെ പേരിലും ആദ്യ ബിർള ക്യാപിറ്റലിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ ലക്ഷ്മിയുടെ ഒരു 2 വാക്കിനായിട്ട്. കുറേ നേരമായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടുകാർക്കൊക്കെ ലക്ഷ്മിയുടെ അവതരണവും എല്ലാം. സ്റ്റാർ മാജിക് ഒക്കെ സ്ഥിരമായി കാണുന്ന ആൾക്കാരാണ് അല്ലേ? എല്ലാവരും കാണുന്നതല്ലേ? അത്ര ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഒന്ന് കൈയടിച്ചേ, ലക്ഷ്മിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചിന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ലക്ഷ്മി നമ്മുടെ ഈ സംരംഭത്തെക്കുറിച്ചും എൻ്റെ വാക്ക് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം പാലക്കാട്, സുഖാണോ? സുഖം, പരമസുഖം എന്നൊക്കെ മോളിന്ന്. ശരി, അയ്യോ അമ്മ അവിടെ നിന്ന് അനുഗ്രഹിക്കുക. എങ്ങനെ അനുഗ്രഹിച്ചാൽ ഇങ്ങനെയല്ലേ നന്നായി വരുന്നത്. ഒരുപാട് സന്തോഷം. പാലക്കാട് വരുമ്പോൾ എപ്പോഴും ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള, അതായത് ഒട്ടും കലർപ്പില്ലാത്ത കുറേ ചിരി നമുക്കിങ്ങനെ നേരിട്ട് അനുഭവിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ തന്നെ ആ ചന്ദനക്കൂട് തൊട്ടിട്ടുള്ള ആ ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. ചേട്ടൻ ഓ പാലക്കാട് വരുമ്പോൾ എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു ഭാഷയാണത്. അപ്പോൾ ചേട്ടാ, വണ്ടി നടുക്ക് നിർത്തരുത്, ഇത്തിരി ഒതുക്കി നിർത്തിയാൽ നമുക്ക് വിശേഷം പറഞ്ഞ് നിൽക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ എന്നെ ക്ഷണിച്ച ആദിത്യ ബിർള ക്യാപിറ്റൽ ടീമിന് ഒരു വലിയ താങ്ക് യു ഞാൻ പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവിടുത്തെ ദ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് വിഷ്ണുജിയാണ്. പക്ഷേ പാലക്കാടിൻ്റെ പോലെ തന്നെ അദ്ദേഹത്തിനെയും ആ ഒരു സിംപ്ലിസിറ്റി എടുത്തു പറയണം. ശരിക്കും അദ്ദേഹം ഇങ്ങനെ പിന്നിലേക്ക് നിൽക്കുക. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ പിന്നിലേക്ക് നിൽക്കേണ്ട ആളല്ല, മുന്നിൽ വരേണ്ട ആളാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ് ലൈക്ക് ഈ ബ്രാൻഡിനോടുള്ള ഒരു ട്രസ്റ്റുമാണ് ഇന്ന് ഇവിടെ ഇത്രയധികം ആൾക്കാർ വന്നിട്ടുള്ളതെന്ന് വേണം പറയാനായിട്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് പില്ലർ അഞ്ജന ചേച്ചി ആൻഡ് ദിവ്യ ചേച്ചി ആയിരുന്നു എന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ആൻഡ് ദ ഹോൾ ടീം. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ആദിത്യ ബിർള എന്നുള്ളൊരു ബ്രാൻഡിൽ നിന്ന് ഒരു കോള് വന്നപ്പോൾ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. വെറുതെ പറയല്ല, കാരണം വർഷങ്ങളായിട്ട് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. സോ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്,